ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, എറണാകുളം തൊട്ട് ആലുവ വരെ നമ്മുടെ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അറിയാലോ, എറണാകുളം നമ്മുടെ തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിൽ നമുക്ക് സ്പീഡ് ലിമിറ്റേഷൻസ് ഉണ്ട്. 80 km/h ആണ് നമ്മുടെ മാക്സിമം സ്പീഡ്. സോ വണ്ടികൾ താരതമ്യേന കടന്നു പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവിടെ ഇപ്പം റെയിൽവേ അത് കാരണം ചെയ്യാൻ തീരുമാനിച്ചേക്കുന്ന കാര്യമാണ് ഈ പറയുന്ന ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ തൊട്ട് മുന്നിലൊരു സിഗ്നൽ വരും. ആ സിഗ്നലിൻ്റെ അതായത് അത് പഴയ സിഗ്നൽ മുന്നിലും പുറകിലായിട്ട് ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിന് വേണ്ടിയിട്ടുള്ള പുതിയ സിഗ്നൽ പോസ്റ്റും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അതായത് ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എറണാകുളം മുതൽ ആലുവ വരെ ചെയ്യാനാണ്. എറണാകുളം മുതൽ ആലുവ വരെ ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മുന്നിൽ കാണുന്നത് പഴയ സിഗ്നലും ഈ പുറകിൽ കാണുന്നതാണ് പുതിയ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ സിഗ്നൽ പോസ്റ്റും. സോ ആ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇടയ്ക്ക് സ്റ്റേഷനുകൾക്കിടയിൽ നമ്മുടെ എന്താ പറയുക, ഹട്ടുകൾ, ചെറിയ ചെറിയ ബിൽഡിങ്ങാണ് ഈ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു വീഡിയോ ആയിരിക്കും, ഒരു 4-5 മിനിറ്റിൽ തീരുമെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഇതൊരു അപ്ഡേറ്റ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കാര്യം എല്ലാവരും ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഗുഡ്സിന് 60. ഇതാണ് ഞാൻ പറഞ്ഞ വേസ്റ്റ് ഡംപ് ചെയ്യണ ഏരിയ. എറണാകുളം ടൗണിനും എറണാകുളം ജംഗ്ഷനും ഇടയ്ക്ക് വെറുതെ വേസ്റ്റ് ഡംപ് ചെയ്യണ ഏരിയ. ഈ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാവാം. ഈ എന്താ പറയുക, ഇവിടെ നിങ്ങൾക്ക് കാണാം പഴയ സിഗ്നൽ പോസ്റ്റുണ്ട്, പുതിയ സിഗ്നൽ പോസ്റ്റ് പുറകിൽ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ പുതിയ സിഗ്നൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. കണ്ടില്ലേ എന്തുമാത്രം വാരി വലിച്ച് വേസ്റ്റ് ഇട്ടേക്കുന്നതെന്ന് കൊണ്ടാരങ്ങൾ. അതേപോലെ എറണാകുളം ഷൊർണൂർ 3rd ലൈൻ പ്രപ്പോസൽ അതിൻ്റെ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറയണത്. അപ്പോൾ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നമ്മുടെ റീഡെവലപ്മെൻറ്റ് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ കാണുന്നത്. എറണാകുളം ടൗൺ സ്റ്റേഷനിലെ ബിൽഡിങ്ങുകൾ പുതിയത്. ഇത് എറണാകുളം ടൗൺ സ്റ്റേഷനാണ്. എറണാകുളം ടൗണ് നമ്മൾ പിന്നിട്ടു UTV കിടക്കുന്നത്. മൊത്തം സൈഡിൽ നിറയെ വണ്ടികൾ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. എന്നാലും നമുക്കിവിടെ ഉള്ള കാഴ്ചകൾ കാണിക്കണത് ഇവിടെയുണ്ട് പഴയ സിഗ്നൽ, പുതിയ സിഗ്നൽ പോകും. ഇവിടെ തൊട്ട് മുന്നിലായിട്ടൊരു ലെവൽ ക്രോസ് ഉണ്ട്, ഒരു വളവിൽ. ആ വളവിൽ ഒരു പുതിയ പോസ്റ്റ് ഇരിപ്പുണ്ട്. അതും നമ്മുടെ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റാണ്. ഇതാണ് പുതിയത്. നേരത്തെ ഞാൻ അപ്പുറത്തെ സൈഡാണല്ലോ കാണിച്ചത്. അപ്പുറത്തെ സൈഡിലെ പോലെ തന്നെ ഈ സൈഡിലും പുതിയ പോസ്റ്റുകളുണ്ട്, സിഗ്നൽ പോസ്റ്റുകൾ പുതിയതുണ്ട്. അപ്പോൾ അത് വല്ലതും ഒന്ന് കാണുവാണെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പുറത്തോട്ട് വന്നത്.
ഇത് കണ്ടോ, ഇവിടെയും 2 സിഗ്നൽ പോസ്റ്റുകളുണ്ട്. ഇതും ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. തെക്കോട്ടും വടക്കോട്ടും ഒരേ സമയം വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എടപ്പള്ളി കഴിയുമ്പോഴത്തേക്ക് ഒരു ഹട്ട് വരും. ആ ഹട്ടിൻ്റെ വീഡിയോ കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എടപ്പള്ളി സ്റ്റേഷനാണ്. സ്റ്റേഷനിൽ കുറച്ച് ഗുഡ്സ് സ്റ്റോപ്പൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ട്വിൻസ് ഡീസൽ ഒരു G9. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ NH നാഷണൽ ഹൈവേ 66 പുതിയ പാലം പണി നടക്കുന്നത് കാണിച്ചു തരാം. ഇവിടെയാണ് NH 66 6 വരി ഭാഗമായിട്ട് പുതിയ പാലം അവിടെയായിരുന്നു. നമ്മൾ എടപ്പള്ളി സ്റ്റേഷനും കളമശ്ശേരി സ്റ്റേഷനും ഇടയ്ക്കാണ്. അപ്പോൾ കുറച്ച് മുന്നിലായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലൊരു ബിൽഡിങ് കാണാം. അതും ഒരു പുതിയ സിഗ്നൽ പോസ്റ്റായിരുന്നു. ലെഫ്റ്റ് സൈഡിലൊരു വലിയ ബിൽഡിങ് പുതിയതായിട്ട് കിട്ടുന്നതായിട്ട് കാണാം. അതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിന് വേണ്ട ഹട്ട്. ഇതാണ് ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിന് വേണ്ട ഹട്ടാണ് കണ്ടത്. അതായത് ആ സിഗ്നലിങ്ങിൻ്റെ സംവിധാനങ്ങളെല്ലാം ഈ പറയുന്ന ഹട്ടുകളിലായിരിക്കും സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഓരോ സ്റ്റേഷനുകൾക്കിടയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ എടപ്പള്ളിക്കും കളമശ്ശേരിക്കും ഇടയിലുള്ള ഹട്ടാണ് നമ്മൾ കണ്ടത്. അതേപോലെ നമ്മുടെ കളമശ്ശേരിക്കും ആലുവയ്ക്കും ഇടയിലൊരു ഹട്ട് ഉണ്ടാവും. നോർത്തിനും നമ്മുടെ എടപ്പള്ളിക്കും ഇടയിലൊരു ഹട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഹട്ടുകളാണ് നമ്മളിപ്പം കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ എറണാകുളം ഷൊർണൂർ പാതയിൽ നടക്കുന്ന ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് വർക്കിൻ്റെ ഭാഗമായിട്ട് എറണാകുളം മുതൽ ആലുവ വരെയുള്ള വർക്കിൻ്റെ അപ്ഡേറ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അത് ഇനി കൂടുതൽ വർക്ക് ഹെവി ആയിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ കളമശ്ശേരി എത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. താങ്ക് യു ആൻഡ് ബൈ ഫ്രം